നമ്മളിവിടെ അർജന്റീനയുടെ സ്ക്വാഡ് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. അർജന്റീനൻ ഫാൻസ് ഒരുപാട് പ്രതീക്ഷയിലല്ല ഇത്തവണ. കാരണം അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് ഇനി കപ്പുകളൊന്നും വേണ്ട, ഞങ്ങൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടീമായി മാറി. സോ ഇത്തവണ വേണമെങ്കിൽ കപ്പ് നെയ്മറോ റൊണാൾഡോയോ അടിക്കട്ടെ എന്നൊക്കെയാണ് അർജന്റീന ഫാൻസ് പറയുന്നത്. എന്താ അവരിങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻറ്റ് കുറവ് കാണുന്നുണ്ട്. ഈ സ്ക്വാഡിൽ അത്രമാത്രം ഒരു ഹോപ്പ് പ്രതീക്ഷിക്കുന്നില്ല എന്നൊരു തോന്നൽ. പക്ഷെ ഞാൻ പറയുന്നു, ലാനൽ സ്കലോണിയുടെ കീഴിലുള്ള ഈ ഒരു സ്ക്വാഡിന് ആ ഒരു അബിലിറ്റി തീർച്ചയായിട്ടും ഉണ്ട്. റീസെന്റ് ആയിട്ടുള്ള ഫോമും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ഫാൻസ് അങ്ങനെ ഊഹിച്ചെടുക്കാനുള്ള കാരണം. ഫാൻസ് പറയുന്നത് ഇത്തവണ കപ്പടിക്കാനുള്ള ഒരു കോൺഫിഡന്റ് അവർ ആറ്റിറ്റ്യൂഡിൽ കാണുന്നില്ല. അവർ പറയുന്നത് ഇത്തവണ നെയ്മറോ റൊണാൾഡോ അടിക്കട്ടെ എന്നാണ്. പക്ഷെ എനിവേ സ്കലോണി എടുത്ത ഈ ഒരു സ്ക്വാഡിലും അതിനുള്ള ഒരു വേൾഡ് കപ്പും കൂടി അടിക്കാനുള്ള അബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ആരംഭിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക, നമ്മുടെ ചാനൽ സബ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ആ വേൾഡ് കപ്പിന്റെ ബെസ്റ്റ് സ്ക്വാഡ് മുഴുവനായിട്ട് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ ബെസ്റ്റ് 11, ഏതൊരു കളിക്കും സ്കാലോണി ഇറക്കാൻ സാധ്യതയുള്ള ബെസ്റ്റ് 11 ഒന്ന് നന്നായിട്ട് നമ്മൾ അനലൈസ് ചെയ്യാൻ പോവുകയാണ്, റീസെന്റ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ആ ഒരു ബെസ്റ്റ് 11 നമുക്ക് ആദ്യം ഗോൾ കീപ്പേഴ്സിന്റെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇമിലിയാനോ മാർട്ടിനസ്, മൂസോ ആൻഡ് ജെറോണി. അതിൽ ഇമിലിയാനോ മാർട്ടിനസ് തന്നെയാണ് വേൾഡ് ക്ലാസ് കീപ്പർ. സോ ഇമിലിയാനോ മാർട്ടിനസിനെ എടുത്തു കഴിഞ്ഞാൽ ഈ സീസൺ ആസ്റ്റോൺ വില്ലയ്ക്ക് വേണ്ടി UEFA ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫൈ നേടിക്കൊടുക്കുന്നു. അതുപോലെ തന്നെ UEFA യൂറോപ്പ ലീഗ് ചാമ്പ്യന്മാരാകുന്നു. അങ്ങനെ ഒരുപാട് നിരവധി അച്ചീവ്മെന്റ്സ് ഇമിലിയാനോ മാർട്ടിനസ് ആസ്റ്റോൺ വില്ലയ്ക്ക് ഇത്തവണ കൊടുത്തിട്ടുണ്ട്. റീസെന്റ് ആയിട്ടുള്ള മാച്ചുകൾ നോക്കുമ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഫോമിലാണ്. എല്ലാ ഗോൾ കീപ്പറിൽ നിന്നും വ്യത്യസ്തനാകുന്നത് അദ്ദേഹത്തിന്റെ ഒരു അബിലിറ്റി, പെനാൾട്ടി സേവ് ചെയ്യാനുള്ള അബിലിറ്റി എന്ന് പറയുന്നത് ബ്രില്യൻ്റ് ആണ്. താൻ ഇവിടെ ഉണ്ട്, ഒരു ഓപ്പണന്റ് പ്ലെയർ വന്നു കഴിഞ്ഞാൽ എൻ്റെ ടീമിലേക്ക്, എൻ്റെ പോസ്റ്റിലേക്ക് ഗോൾ അടിക്കാൻ നീ ഒന്ന് പാടുപെടും എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. അതാണ് എപ്പോഴും ഒന്ന് ഡിഫറൻ്റ് ആക്കി മാറ്റുന്നത് ഇമിലിയാനോ മാർട്ടിനസിനെ. സോ ഇമിലിയാനോ മാർട്ടിനസ് തന്നെ ആയിരിക്കും സ്കലോണിയുടെ ടോപ്പ് കീപ്പർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ബാക്കപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ മൂസോ ഉണ്ട്, അതുപോലെ തന്നെ ജെറോണി ഉണ്ട്. രണ്ട് ഗോൾ കീപ്പറും ഒന്നിനൊന്ന് മെച്ചമാണ്. എമിലിയാനോ മാർട്ടിനസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്കലോണി ഇറക്കാൻ സാധ്യത മൂസോ തന്നെയാണ്. ഹൈ റിഫ്ലക്സ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പറാണ്. എപ്പോഴും നമ്മളെ സിമിയോൺ, അപ്പൊ അത്ലറ്റിക്കോ മാഡ്രിഡില് സിമിയോൺ എപ്പോഴും ക്രൂഷ്യൽ ആയിട്ടുള്ള മാച്ചിൽ മൂസോനെ ഇറക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ എമിലിയാനോ മാർട്ടിനസിന് താഴെ സ്കലോണിക്ക് എന്ന ഗോൾ കീപ്പർ മൂസോ തന്നെ ആയിരിക്കും, അതിനുശേഷം ജെറോണി. കാരണം മൂന്ന് ഗോൾ കീപ്പറും ഒന്നിനൊന്ന് മെച്ചമാണ്. എമിലിയാനോ മാർട്ടിനസ് വേൾഡ് ക്ലാസ് ആണ്. സോ അർജുനക്ക് ഒരു ഗോൾ കീപ്പറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പേടിക്കേണ്ടതായിട്ടില്ല, മികച്ച ഗോൾ കീപ്പേഴ്സ് തന്നെയാണ് മൂന്ന് പേരും. ഇനി ഡിഫൻസിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു റൈറ്റ് ബാക്ക് ആയിട്ടും ലെഫ്റ്റ് ബാക്ക് ആയിട്ടും സ്കലോണി കണ്ടത് ഒന്ന് മൊളീനയും അതുപോലെ തന്നെ നിക്കോളാസിനായിരിക്കാം. ഈ രണ്ട് പേരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ നിക്കോളാസിനും അതുപോലെ തന്നെ മൊളീനയെ കുറിച്ച് പറയുകയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഫോമോ കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര കിടിലായിട്ടുള്ള നിക്കോളാസിന് ലയോൺസിലാണെങ്കിലും അത്ലറ്റിക്കോ മാഡ്രിഡിലെ മൊളീനയ്ക്കാണെങ്കിലും ഭയങ്കര രീതിയിലുള്ള ഫോമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ മൊളീനന്റെ ഒരു ട്രെൻഡിങ് ഗോൾ ഉണ്ടായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിൽ, ഒരു ക്രൂഷ്യൽ ഗോൾ, അടിപൊളി ലോങ് റേഞ്ച് ഗോൾ. അങ്ങനെ റീസെന്റ് ആയിട്ട് അടിപൊളി ലോങ് റേഞ്ച് ഗോളുകൾ അടിക്കാൻ മൊളീനയ്ക്ക് സാധിക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് എടുത്തു പറയാം. അതുപോലെ തന്നെ നിക്കോളാസിനാണെങ്കിലും വളരെ രീതിയിലുള്ള കൺസിസ്റ്റന്റ് ഫോം ഒന്നുമില്ല, പക്ഷെ എന്നാലും ആ ഒരു മികവ് ഇപ്പോഴും നിക്കോളാസ് ടീമിൽ ലയോൺസിൽ കാണിക്കുന്നുണ്ട്. സോ നിക്കോളാസിനെയും മൊളീനയും തന്നെ ആയിരിക്കും റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കായിട്ട് സ്കലോണി ഇറക്കാൻ പോകുന്നത്. ഇനി സെൻട്രൽ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ലിസാഡോ മാർട്ടിനസും അതുപോലെ തന്നെ റൊമേറോ, വേൾഡ് ക്ലാസ് നല്ല ഒരു പാർട്ട്ണർഷിപ്പ് ആയിട്ട് കളിക്കുന്ന കിഡിലൻ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് വേൾഡ് ക്ലാസ് സെൻട്രൽ ബാക്കാണ്. ഈ റൊമേറോക്കും ലിസാഡോ മാർട്ടിനസിനും കോമൺ ആയിട്ട് ഇപ്പോൾ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഫിസിക്കൽ ഇഞ്ചുറിക്ക് ശേഷം ടീമിലെത്തിയവരാണ്. സോ നല്ല പൊസിഷൻ നോക്കി നല്ല രീതിയിൽ കളിക്കുന്ന രണ്ട് സെൻട്രൽ ബാക്ക് ആണെങ്കിൽ പോലും റീസെന്റ് ആയിട്ട് ഇഞ്ചുറി പറ്റി വന്ന പ്ലെയേഴ്സ് ആണ്. സോ അതാണ് അവിടെ ഒരു വീക്ക് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷെ വേറെ ഒന്നുമില്ല, നല്ല കളിയായിരിക്കും. സെൻട്രൽ ബാക്ക് പൊളിയാണ് അർജുനന്റെ. സെൻട്രൽ ബാക്കിൽ ഒരു ബാക്കപ്പ് എന്ന് പറയുന്ന ഒറ്റമൻഡി ഉണ്ട്. ഒറ്റമൻഡി ഓൾഡ്, കുറച്ച് ഏജ് ആയി, അതുപോലെ തന്നെ ഒരു റിട്ടയർമെന്റ് മോഡിലാണ്. സോ സ്കലോണി ലിസാഡോ മാർട്ടിനസിനെയും റൊമാറയും തന്നെ ആയിരിക്കും സെൻട്രൽ ബാക്ക് ആയിട്ട് മുൻഗണന കൊടുക്കുന്നത്. ഇനി നമുക്ക് മിഡിലേക്ക് പോവുകയാണെങ്കിൽ ഡിപോൾ, അതുപോലെ തന്നെ എൻസോ ഫെർണാണ്ടസ് ആൻഡ് മെക്കലിസ്റ്റർ, ഈ മൂന്ന് പേരായിരിക്കാം. ഡിപോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അർജുന ടീമിന്റെ എൻജിനാണ്. ബോൾ റിട്ടൻഷൻ എന്ന് പറഞ്ഞ ഒരു കഴിവ്, അല്ലെങ്കിൽ ബോൾ കൺട്രോൾ അബിലിറ്റി എന്ന് പറഞ്ഞ കഴിവ് നല്ല വാനോളമുള്ള ഒരു പ്ലെയറാണ് ഡിപോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇപ്പോഴും മെസ്സിന്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ ഒരു പാർട്ണർഷിപ്പ് എപ്പോഴും ഡിപോളിന് ഉണ്ടായിരിക്കും, ആ ഒരു കോർഡിനേഷനും കാര്യങ്ങളും. മെക്കലിസ്റ്ററിനെ നോക്കുകയാണെങ്കിലും
ലിവർപൂൾ ഫ്ലോപ്പായി, പക്ഷെ മെക്കലിസ്റ്ററിന്റെ പൊസിഷനിങ്ങും അതുപോലെ തന്നെ പാസും കാര്യങ്ങളൊക്കെ മെക്കലിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എൻസോനെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെൽസിയിലുണ്ട്. പക്ഷേ ചെൽസിയിലെ ഫാൻസിനെ സംബന്ധിച്ച് എൻസോ ഒരു ഫ്ലോപ്പ് പ്ലെയർ ആണ്. കാരണം ചെൽസിയെ നല്ല രീതിയിലുള്ള ഒരു പൊസിഷനിലേക്ക് എത്തിക്കാൻ എൻസോക്ക് സാധിച്ചില്ല എന്ന് പറയുന്നത് വലിയൊരു നെഗറ്റീവ് തന്നെയാണ്. ഡീപോലാണെങ്കിലും എൻസോ ആണെങ്കിലും മെക്കലിസ്റ്റർ ആണെങ്കിലും ഈ ഒരു മിഡ് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഫോമുകളോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ചിട്ട് ഈ മിഡിനെ ഇറക്കാൻ പറ്റില്ല. കാരണം റീസെൻ്റ് ആയിട്ടുള്ള മാച്ചിൽ ഓക്കെ എന്നുള്ള പെർഫോമൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഗുഡാണ് മിഡ് നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ അർജന്റീന മിഡ് നോക്കുകയാണെങ്കിൽ ഡീപോൾ, മെക്കലിസ്റ്റർ, എൻസോ അടിപൊളി മിഡാണ്. പക്ഷെ ഒരുപാട് എക്സ്പെക്ടേഷൻ വെക്കാനുള്ള പെർഫോമൻസ് ഒന്നും ഈ 3 പേരും റീസെൻ്റ് ആയിട്ടുള്ള മാച്ചിലൊന്നും കാണിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഇനി ഈ മിഡിന്റെ ബാക്കപ്പിലേക്ക് വരാണെങ്കിൽ വാലന്റീനോ ബാർക്ക ഉണ്ട്, അതുപോലെ തന്നെ പലാസിയോൺസ് ഉണ്ട്, അതുപോലെ തന്നെ പാരഡൈസ് ഉണ്ട്. ബാക്കപ്പിനും അത്യാവശ്യം നല്ല പ്ലെയേഴ്സ് ഉണ്ട്. എങ്കിൽ പോലും സ്കലോണി ഇറക്കുന്ന മിഡ് എന്ന് പറയുന്നത് ഡീപോളും മെക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും ചേർന്നിട്ടുള്ള ഒരു മിഡായിരിക്കും. ഇനി നമ്മൾ അടുത്ത് നോക്കുന്ന അറ്റാക്കേഴ്സ് ലൈനാണ്. ഇത്തവണ എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളത് ഈ ഒരു അറ്റാക്കേഴ്സ് ലൈനപ്പാണ്. കാരണം ഫോർവേഡ് ലൈനിലേക്ക് നോക്കുന്ന സമയത്ത് ലയണൽ മെസ്സി, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ, ലെജൻഡ്. ആ ചെങ്ങായി ഒരു കളി കളിക്കും വേൾഡ് കപ്പിൽ, അത് നിങ്ങൾ കണ്ടാൽ മതി, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. രണ്ടാമത് ജൂലിയൻ അൽവറസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡിലെ 2 സീസണായിട്ട് കിട്ടില്ല പെർഫോമൻസ് ആണ്. ലാസ്റ്റ് സീസണിൽ, ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ റീസെൻ്റ് ആയിട്ടുള്ള മാച്ച് നോക്കുന്ന സമയത്ത് അപാര ഫോമിലാണ് ജൂലിയൻ അൽവാറസ്. സോ ആ ഒരു ഫോം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുകയാണെങ്കിൽ കിട്ടില്ല പെർഫോമൻസ് ആയിരിക്കും. ആ ചെങ്ങ ഇപ്പോൾ ലോങ് റേഞ്ച് സാധനങ്ങൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നെങ്കിൽ ഹിറ്റ് ഔട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഗോളായിരിക്കും, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കർവിങ് ഗോളായിരിക്കും. അങ്ങനെയുള്ള ഒരു സ്റ്റാൻഡിലേക്കാണ് അൽവാറസ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അൽവാറസിൽ ഒരുപാട് പ്രതീക്ഷകൾ ഇത്തവണ അർജന്റീനൻ ടീം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൗട്ടാറോ മാർട്ടിനസ്, സീരിയയിലെ വീണ്ടും ടോപ്പ് സ്കോറായി ലൗട്ടാറോ മാർട്ടിനസ് എത്തി. ഇന്റർ മിലാൻ കപ്പടിച്ചു. ലൗട്ടാറോ മാർട്ടിനസും റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ നല്ല ഫോമിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഫോർവേഡ് ഈ അറ്റാക്കേഴ്സ് ലൈനപ്പ് എന്ന് പറയുന്നത് മെസ്സി ആണെങ്കിലും അൽവാറസ് ആണെങ്കിലും ലൗട്ടാറോ മാർട്ടിനസ് ആണെങ്കിലും കീപ് ഫോമിലാണ്. ഈ ഒരു ഫോർവേഡ് ലൈനിലാണ് അർജന്റീന ഇത്തവണ കുറച്ചും കൂടി കൂടുതലായിട്ട് ഒരു പ്രതീക്ഷ കൊടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ എൻസോക്കും അതുപോലെ തന്നെ ഡീപോളിനും മെക്കലിസ്റ്ററിനും മെസ്സിയെ സപ്പോർട്ട് ചെയ്ത് നല്ലവണ്ണം പുഷ് ചെയ്ത് കളിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ മെസ്സി നോക്കിക്കോളും അവിടുന്ന് അങ്ങോട്ട് അൽവാറസിലേക്കും അതുപോലെ തന്നെ ലൗട്ടാറോ മാർട്ടിനസിലേക്കൊക്കെ ബോൾ എത്തിക്കുന്ന കാര്യത്തിൽ. അതിൽ ഗോൾ അടിക്കാൻ അവർ വിജയിച്ചു കഴിഞ്ഞാൽ മികച്ച ഒരു പ്ലേ അർജന്റീനന്റെ സ്കോഡിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. സോ ഇത്തവണ സ്കോഡ് നോക്കിക്കഴിഞ്ഞാലും സ്കലോണിക്ക് ഒരു വേൾഡ് കപ്പും കൂടി അടിക്കാനുള്ള സ്കോഡ് നിലവിലുണ്ട്. റീസെൻ്റ് ആയിട്ടുള്ള ഫോം ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഇന്റർനാഷണൽ മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് മെസ്സിക്ക് വേണ്ടി പലതും ചെയ്യാൻ ഈ ഒരു മെസ്സിയുടെ പിള്ളേർ തയ്യാറാണ്. സോ എന്തും നടക്കാം. സ്കോഡിൽ മികച്ച പ്ലേയേഴ്സ് ഉണ്ട്. സോ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. നമ്മുടെ സ്കോഡിനെ കുറിച്ചുള്ള അനാലിസിസ് കഴിഞ്ഞു. ഇതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻഡ്.